ഞാൻ 14 കൺസൾട്ടേഷൻ ഡോക്ടർ വിഷ്ണു ചെയ്തായിരുന്നു. ശരീരത്തിൽ ഒരുപാട് ഡോക്ടർ അമ്മമ്മയ്ക്ക് സജസ്റ്റ് ചെയ്ത് 7 days ട്രീറ്റ്മെന്റ് ആയിരുന്നു. അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് കരുതിയിരുന്ന ആളുകൾക്ക് തെറ്റി. ഇതെന്തിൻ്റെയോ തുടക്കമാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അത് മറ്റൊന്നുമല്ല, നമ്മൾ നെഞ്ചിലേറ്റി, സോഷ്യൽ മീഡിയയിലൂടെ നെഞ്ചിലേറ്റിയ KKG ഫാമിലിയിലെ അഹാന കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്രയധികം ദിവസം എയറിലായിരുന്നു. അഹാന കൃഷ്ണ അടക്കമുള്ള ആളുകൾ എയറിൽ നിന്ന്, സിന്ധു ചേച്ചി അടക്കമുള്ള ആളുകൾ എയറിൽ നിന്ന് താഴെ വന്നപ്പോൾ സമയം പാഴാക്കാതെ തന്നെ KKG കൃഷ്ണകുമാർജി എയറിൽ കയറിയിരിക്കുകയാണ്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് KKG ഇന്നലെ നടത്തിയ ആ ഒരു പ്രസ്താവന, അതായത് കാശ്മീരിലെ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയല്ലേ ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനെതിരെ കൃഷ്ണകുമാർ പൊട്ടിത്തെറിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ KKG ഫാമിലിയിലെ തന്നെ കുട്ടികളിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയായ അഹാന കൃഷ്ണ തന്റെ വാപ്പയായ കൃഷ്ണകുമാർ ജിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട്, അദ്ദേഹത്തിനെതിരെ പൊട്ടിത്തെറിച്ചില്ല, പക്ഷേ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് താനിപ്പോൾ CJP ആണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ട് ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരു ഫാമിലിക്കും AK ആന്റണിക്ക് ശേഷം ഈ രീതിയിൽ ഒരുപക്ഷെ 2 രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ഫാമിലിയായി KKGയുടെ ഫാമിലി മാറുമോ? എന്താണ് സംഭവിച്ചത്? എന്നാൽ അതുകൊണ്ടും തീർന്നില്ല. തങ്ങളുടെ വാപ്പയായ KKG എയറിൽ പോയത് കണ്ട് ഏറെ വൈരാഗ്യത്തോടു കൂടി, അല്ലെങ്കിൽ കൃഷ്ണകുമാർജിയോടൊപ്പം പോകണമെന്നുള്ളൊരു വാശിയോടുകൂടി ചില വെളിപ്പെടുത്തലുകൾ, അതായത് എല്ലാം ക്ലോസ് ചെയ്ത് വെച്ച ആ ഒരു ചാപ്റ്റർ വീണ്ടും അഹാന മോൾ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതേ സ്വന്തം അമ്മൂമ്മയെ കുറിച്ച് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, കണ്ടാലറയ്ക്കുന്ന ചില സംഭവങ്ങൾ നടന്നുവെന്ന് ഉള്ളതിന്റെ തെളിവടക്കം അവൾ പങ്കുവച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണാൻ ഉറപ്പായി ശ്രദ്ധിക്കുക. അതായത് 7 പേജ് അടങ്ങുന്ന ഒരു essay ഇംഗ്ലീഷിൽ ഓള് പങ്കുവച്ചിരിക്കുകയാണ്. ഓളുടെ ആരാധകരായിട്ടുള്ള നിരവധി ആളുകൾ താഴെ കമന്റ് ഇട്ടിരിക്കുന്നത്, ചേച്ചി മലയാളത്തിൽ എഴുതിക്കൂടെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും, ഇതെന്താണ് 7 പേജിൽ ഇതുപോലെ essay എഴുതി വെച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് നിരവധി ആളുകൾ ഇത് റിയാക്ഷൻ ചെയ്ത് പലരും തർജ്ജമ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പോലും അത് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എന്താണ് ഓൾ ഉദ്ദേശിച്ചതെന്ന് പൂർണ്ണമായി എത്തുന്നില്ല. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷാണ് ഓൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഓൾ എന്താണ് തന്റെ ആരാധകരെ പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? വീണ്ടും എയറിൽ ാണോ ഉദ്ദേശം? അതല്ലെങ്കിൽ അമ്മൂമ്മയുടെ യഥാർത്ഥ മുഖം തെളിവടക്കം സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കുകയാണോ? അമ്മൂമ്മയുമായി പ്രതികരിക്കാനുള്ള കാരണങ്ങൾ, കുടുംബത്തിനുള്ളിൽ മാത്രം നിൽക്കേണ്ട കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്നതിൽ അഹാന ഏറെ ദുഃഖം പ്രകടിപ്പിക്കുന്നു. അമ്മയ്ക്കെതിരെ, അതായത് താൻ നെഞ്ചിലേറ്റിയ തന്റെ അമ്മയായ സിന്ധു ചേച്ചിക്കെതിരെ തെറ്റായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ സത്യം വ്യക്തമാക്കാനാണ് താൻ പ്രതികരിച്ചത്. എന്നാൽ അത് ഇത്ര വലിയ തെറ്റിദ്ധാരണകളിലേക്കും വ്യാജ ആരോപണങ്ങളിലേക്കും നയിക്കുമെന്ന് കരുതിയില്ല. അതായത് സ്വന്തം അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ ഏറിൽ വിടുന്ന രീതിയിലേക്ക് തൻവി എന്ന് പറയുന്ന ആ പെൺകുട്ടി ചില വെളിപ്പെടുത്തൽ തനിക്കെതിരെ കൊണ്ടുവന്ന് തന്നെ ഏറിൽ വിടുന്നതിന് കാരണമായി. അമ്മൂമ്മയുമായുള്ള തർക്കവും പണവും, അമ്മൂമ്മയുടെ പെരുമാറ്റം, അമ്മൂമ്മ തന്നോട് അതിരുവിട്ട് അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചത് കൊണ്ടാണ് തനിക്ക് പ്രതികരിക്കേണ്ടി വന്നത്. വയസ്സോ ബന്ധങ്ങളോ മറ്റുള്ളവരെ അവമാനിക്കുന്നതിനുള്ള ലൈസൻസ് അല്ല. അതായത് അമ്മൂമ്മ കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ കൊടുങ്ങല്ലൂർ മാത്രം കണ്ടുവരുന്ന ചില പദപ്രയോഗങ്ങൾ തൻ്റെ മകളെയും കൊച്ചുമക്കളെയും വിളിച്ചു. അതായത് ഒരു മനുഷ്യനും കേട്ടു നിൽക്കാൻ താല്പര്യപ്പെടാത്ത രീതിയിലുള്ള കായും പൂയും മായും കുട്ടിയുള്ള ചില സംഭാഷണങ്ങളാണ് അമ്മൂമ്മയിൽ നിന്ന് വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വയം പര്യാപ്തത, ഇത് പണത്തിന് വേണ്ടിയുള്ള തർക്കമല്ല. താനും സഹോദരിമാരും സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നവരാണ്. മാതാപിതാക്കളുടെയോ അമ്മൂമ്മയുടെയോ സ്വത്ത് ഒരിക്കലും ലക്ഷ്യമിട്ടിട്ടില്ല. ഒരു തുണ്ട് ഭൂമിയോ നയാ പൈസയോ അമ്മൂമ്മയുടെ പക്കൽ നിന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തങ്ങളോട് ചെയ്ത കൊടുംചതി ചാറ്റുകൾ പ്രചരിപ്പിച്ചു. അഹാന അയച്ച സന്ദേശങ്ങളുടെ പശ്ചാത്തലം കോണ്ടെക്സ്റ്റ് മറച്ചുവെച്ച് അമ്മൂമ്മയും കസിനും കൊടും ക്രൂരത ചെയ്തു. അത് പുറത്തുവിട്ട് താൻ പറഞ്ഞ ചില തെറികൾ, താൻ ചില അനവസരത്തിൽ നടത്തിയ ചില ഭരണിപ്പാട്ട്, ചില തെറികൾ അമ്മൂമ്മയും കസിനും പുറത്തുവിട്ട് തന്നെ നാണം കെടുത്തുന്ന രീതിയിൽ തന്റെ ആരാധകർ തന്നെ എയറിലേക്ക് അയക്കത്തക്ക രീതിയിലുള്ള ചില
കലാപരിപാടികൾ ആസൂത്രണം ചെയ്യുകയായിരുന്നു. മർദ്ദനവും ആരോപണവും മൂന്നാമത്തെ പേജിൽ പറയുന്നത് മർദ്ദനവും ആരോപണത്തെക്കുറിച്ചാണ്. വ്യാജ ആരോപണം, അമ്മൂമ്മയെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം പൂർണ്ണമായും തെറ്റാണ്. തെളിവുകളടക്കം അവസാനമായി അമ്മൂമ്മയെ കാണാൻ പോയപ്പോഴുണ്ടായ മുഴുവൻ വീഡിയോയും താൻ റെക്കോർഡ് ചെയ്തിരുന്നു. ആ റെക്കോർഡ് തന്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. കസിന്റെ നിലപാട്, കസിൻ മുൻപ് അമ്മൂമ്മയിൽ നിന്ന് നേരിട്ട പ്രയാസങ്ങൾ, ഏറ്റവും വാലിഡായിട്ട് പോയിന്റ്, അതായത് തൻവി എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി മുൻപ് അമ്മൂമ്മയിൽ നിന്നും കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള പൂരപ്പാട്ട് കേട്ടിരുന്നു, അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം അമ്മൂമ്മയിൽ നിന്നും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അത്തരം ക്രൂരതകൾ ചെയ്ത ഒരു അമ്മൂമ്മയാണ് ഈ അമ്മൂമ്മ. ആ അമ്മൂമ്മയാണ് ഈ ഒരു കസിൻ ഇപ്പോൾ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളെ വില്ലന്മാരാക്കി ചിത്രീകരിക്കുകയാണ്. അതായത് വേണമെങ്കിൽ ഈ ഒരു വിഷയത്തിൽ തങ്ങൾക്ക് മാനനഷ്ടത്തിന്, അതായത് തങ്ങളുടെ അമ്മയായ സിന്ധു ചേച്ചിയും സെലിബ്രിറ്റിയായ തന്നെയും അവമാനിച്ചതിൽ മാനനഷ്ടത്തിന് കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കാം. എന്നാൽ അതിനൊന്നും തയ്യാറാവുന്നില്ല. കസിന്റെ കുട്ടികളുടെ ഭാവിയെ ഓർത്ത്, ഓളുടെ ഭർത്താവിനെ ഓർത്ത് കുടുംബകാര്യങ്ങൾ കോടതിയിൽ കയറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം അതിന് മുതിരുന്നില്ല. പിന്നീട് ഓള് പറയുന്നത് അകാരണമായി ഏറിൽ പോയ തന്റെ അമ്മ സിന്ധു ചേച്ചി, അതേ നിരവധി ദിവസങ്ങളിൽ ഏറിലായിരുന്ന സിന്ധു ചേച്ചിയുടെ അവസ്ഥ, അതേ തന്റെ സ്വന്തം അമ്മയായ സിന്ധു ചേച്ചി അച്ഛനെ പരിചരിക്കാൻ പരമാവധി ശ്രമിച്ച വ്യക്തിയാണ്. അങ്ങനെയുള്ള അമ്മയെക്കുറിച്ച് വ്യാജ പ്രചരണങ്ങൾ വന്നപ്പോൾ ഒരു മകൾ എന്ന നിലയിൽ താൻ സംരക്ഷിക്കാൻ മുന്നോട്ട് വന്നതാണെന്നാണ് അമ്മ പറയുന്നത്. പിന്നീട് ഓള് പങ്കുവെക്കുന്നത് മാനസിക ആരോഗ്യവും ഉത്തരവാദിത്വവും. ഡിപ്രഷനോ ട്രോമയോ കാണിച്ച ഒരാൾക്ക് സ്വന്തം തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആരെയാണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. ഒന്നുകിൽ അമ്മൂമ്മ അല്ലെങ്കിൽ തൻവി, രണ്ടുപേർക്കും ചില പ്രശ്നങ്ങൾ ട്രോമയും ഡിപ്രഷനിലൂടെയും കടന്നു പോകുന്നതാണ്. അതായത് കിളി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ ഒരാളെ ഇട്ടുകൊടുത്ത് ഒരാളെ സോഷ്യൽ മീഡിയയിൽ ഏറിൽ വിടാനും അവമാനിക്കാനും അവകാശമില്ലെന്നാണ് ഓള് പറയുന്നത്. സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം, മുൻപ് താൻ അമ്മൂമ്മയുടെ പ്രിയപ്പെട്ട കൊച്ചുമകളായ അമ്മൂമ്മയുടെ അമ്മുവായിരുന്നു. അമ്മൂമ്മയെ ടൂറിനും സുഖചികിത്സയ്ക്കും ഒക്കെ കൊണ്ടുപോകുന്നത് നമുക്കും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. അത്തരത്തിൽ തന്റെ അമ്മൂമ്മയെ നെഞ്ചിലേറ്റുന്ന ഈ കുട്ടി ക്യാമറകൾക്കും സോഷ്യൽ മീഡിയയ്ക്കും അപ്പുറം ആ ഒരു പരിചരണം നടത്താൻ വീണ്ടും സാധിക്കട്ടെ എന്നാണ് പറയുന്നത്. അതായത് സ്കൂളിൽ ചില കുട്ടികളെ, സഹപാഠികളെ ബുള്ളി ചെയ്തു എന്നുള്ള തരത്തിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് മോള് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. സ്കൂളിലും കോളേജിലും ചെന്നൈയിൽ പഠിക്കുമ്പോൾ അഹാനയും സഹോദരിമാരും മറ്റുള്ളവരെ ബുള്ള് ചെയ്തിരുന്നു എന്ന വാർത്ത പച്ചക്കള്ളമാണ്. ഇതിൻ്റെയും പിന്നിൽ ആരൊക്കെയോ തങ്ങളെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളുടെ ഗൂഢാലോചനയായിരിക്കാം. താല്പര്യമുള്ളവർക്ക് ഈ സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിക്കാം. ഏറ്റവും ഒടുവിൽ ഓൾ ഉപസംഹരിച്ചിരിക്കുന്നത് പിന്തുണച്ച എല്ലാവർക്കും നന്ദി. ഈ ഒരു വിഷയത്തിന് ഇവിടെ പൂർണ്ണ വിരാമിടുന്നു. സൈബർ ആക്രമണങ്ങൾ കൊണ്ട് തന്നിലെ സത്യസന്ധതയോ ആത്മവിശ്വാസത്തെയോ തകർക്കാൻ കഴിയില്ലെന്നാണ് അഹാന കൃഷ്ണൻ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ ഈ ഒരു താരം പങ്കുവച്ചിരിക്കുന്നത്. അതായത് അമ്മൂമ്മയുമായുള്ള എല്ലാ ബന്ധവും നിർത്തിയിരിക്കുന്നു. ഇത്തരത്തിലൊരു അമ്മൂമ്മ ഇനി അവരുടെ ജീവിതത്തിലില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഒരുപക്ഷെ കെ ഫാമിലിയിലെ അമ്മൂമ്മയുമായുള്ള ഇവരുടെ ഒരു ബന്ധം ഊഷ്മളമായി കൊണ്ടുപോകണം, ഇവർ വീണ്ടും ഒന്നിക്കണമെന്നൊക്കെയുള്ള ആരാധകരുടെ ആഗ്രഹങ്ങളൊക്കെ അസ്ഥാനത്തായിരിക്കുന്നു. ഇനിയൊരു അമ്മൂമ്മ അഹാന കൃഷ്ണ സിന്ധു ചേച്ചി ഒന്നിക്കൽ ഒരിക്കലും ഉണ്ടാവില്ല. ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു സെലിബ്രിറ്റി ഫാമിലിക്ക് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു പ്രതികരണവും നടത്താൻ അമ്മൂമ്മ ഇതുവരെ തയ്യാറായിട്ടില്ല. തൻവിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റിയുമായി അവർ എത്തിയേക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വിഷയത്തെ വിലയിരുത്തുന്നത്? അഹാന കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി, തങ്ങൾ നെഞ്ചിലേറ്റിയ ഈ ഒരു പെൺകുട്ടി നടത്തുന്ന ഈ വെളിപ്പെടുത്തലുകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഈ ഒരു പെൺകുട്ടിയുടെ സത്യസന്ധത നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടോ? നമ്മൾ ഈ കുട്ടിയെ എയറിലേക്ക് വിട്ടത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.